PV അൻവർ വ്യക്തിഹത്യ നടത്തുകയാണ് മിനിസ്റ്ററെ എന്ന് പറഞ്ഞാൽ എന്ത് വ്യക്തിഹത്യ ഉള്ളത്? ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതിന് ശക്തമായ ഇടപെടൽ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യരംഗമാണ്. ഇവിടെ ഇപ്പോൾ ESI ഹോസ്പിറ്റലിന് മുന്നിൽ നടക്കുന്ന ധർണയ്ക്ക് മുന്നോടിയായിട്ടാണ് നിങ്ങൾ പത്രക്കാരെ നമ്മൾ കാണുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മൾ വരുന്നത്. ഇത്രയും തൊഴിലാളികളുള്ള ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കാക്കിയിട്ടാണ് ആ കാലഘട്ടത്തിൽ ESI ഹോസ്പിറ്റൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ 110 ബെഡുണ്ട്. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റായ രോഗികൾ നിങ്ങൾ പോയി പരിശോധിച്ചാൽ കാണാം 9 രോഗികളാണുള്ളത്. മെഡിക്കൽ കോളേജിൽ 1000 രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യമുള്ളിടത്ത് 5000 രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന എന്താ പറയുക 1, 2, 3 സ്റ്റെപ്പായി ആളുകൾ കിടക്കുന്നു, വഴിയരികിൽ കിടക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നിടത്ത് ആളുകൾ കിടക്കുന്നു. ഈ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്.